ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്ന ഡോട്ട് ഫർദർ കോഡിങ്ങിന് മുന്നായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഡോട്ട് നെറ്റ് കൺസെപ്റ്റ് അല്ല, ബേസിക്കലി ഇൻ്റർനെറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെയാണ് നിങ്ങളൊരു URL അടിക്കുമ്പോൾ എന്താണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കുറച്ച് കൺസെപ്റ്റാണ്. അല്ലെങ്കിൽ URL എന്തൊക്കെയാണ്, URLൻ്റെ പാർട്സ് എന്തൊക്കെയാണ്, അങ്ങനെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റാണ്. ഓക്കെ, ഇത് ഭയങ്കര ഒരു അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് ഒന്നുമല്ല, പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ നമ്മൾ കോഡിങ്ങിൽ നിങ്ങൾ ഓരോ തവണ ടൈപ്പ് ചെയ്യുമ്പോഴും എന്താണ് ആക്ച്വലി അവിടെ നടക്കുന്നത് എന്നുള്ളത് കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചില ഹാർഡസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ഭാഗങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഓവറോൾ ഈ ഒരു വീഡിയോ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കോഡിങ് എഫിഷ്യൻസി അല്ലെങ്കിൽ നിങ്ങളുടെ കോഡിങ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ആ ഒരു കൈൻഡ് ഓഫ് ലെവലിലേക്ക് നിങ്ങൾ മാറുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് റിക്വസ്റ്റ് റെസ്പോൺസ് സൈക്കിൾ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, കൂടുതലും ഡയഗ്രാംസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് ആക്ച്വലി ക്ലയൻറ്റ് സെർവർ മോഡൽ അല്ലെങ്കിൽ റിക്വസ്റ്റ് റെസ്പോൺസ് സൈക്കിൾ ആയിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലയൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ നോർമൽ ബ്രൗസർ യൂസ് ചെയ്യുന്ന ഒരു യൂസറിനെയാണ് നമ്മൾ ടെക്നിക്കൽ ടേംസിൽ ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളൊരു google.com അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ബ്രൗസറിൻ്റെ URL google.com എന്ന് ടൈപ്പ് ചെയ്യുന്നു. അത് ആക്ച്വലി ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ആക്ച്വലി സെർവറിലേക്ക് പോകുന്നത്. ഓക്കെ, ഈ ഒരു റിക്വസ്റ്റ് ആക്ച്വലി പോകുന്ന സമയത്ത് ഈ റിക്വസ്റ്റ് സെർവറിലേക്ക് റീച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കോഡിങ് ആക്ച്വലി നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സെർവറാണ് ആക്ച്വലി ഡോട്ട് നെറ്റ് സെർവറാണ് ആക്ച്വലി ഇവിടെ സെർവർ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ആക്ച്വലി കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡോട്ട് നെറ്റിൽ ചെയ്ത ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മുടെ സെർവറായിട്ട് ആക്ട് ചെയ്യുന്നത്. അത് എപ്പോഴും ഒരു ഡാറ്റാബേസ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പ്രോസസ്സിങ് അവിടെ നടക്കുന്നു. ഓക്കെ, നമ്മുടെ ബിസിനസ് ലോജിക്ക് അനുസരിച്ച് ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒരു എക്സാമ്പിളിൽ നിങ്ങൾ കൊടുക്കുന്ന സെർച്ച് കീവേഡിനെ ഡിപ്പെൻഡ് ചെയ്ത് അവിടെ ഒരു പ്രോസസ്സിങ് നടക്കുന്നു. അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് ഗൂഗിൾ എന്താണ് ഒരു HTML പേജ് ആയിരിക്കും കൊടുക്കുന്നത്. അതിനകത്ത് ചിലപ്പോൾ ഇമേജസ് ഉണ്ടാവാം, വേറെ എന്തെങ്കിലും ഡാറ്റ ഉണ്ടാവാം. എന്ത് ടൈപ്പ് ഓഫ് റിക്വസ്റ്റാണ് നമ്മൾ സെൻഡ് ചെയ്തേ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ചില സമയത്ത് വീഡിയോ ആയിരിക്കും പ്ലേ ചെയ്യുന്നത്, ചില സമയത്ത് ഒരു HTML പേജ് ആയിരിക്കും വരുന്നത്, ചില സമയത്ത് നമ്മൾ ഒരു പേജ് എടുക്കുമ്പോൾ ഒരു ഫയൽ ഡൗൺലോഡായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസിന് പല കണ്ടൻറ് ടൈപ്പ് ഉണ്ട്. ഓക്കെ, നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും റെസ്പോൺസ് വരുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ അല്ലെങ്കിൽ റിക്വസ്റ്റ് റെസ്പോൺസ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ആക്ച്വൽ MVC അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രെയിം വർക്കിലേക്ക് കിടക്കുമ്പോൾ അതിൽ നമ്മൾ കോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാൻ നമ്മൾ പോകുന്നത് ഈ റിക്വസ്റ്റിൽ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് റിക്വസ്റ്റ് URL ആണ്. ഓക്കെ, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന google.com എന്നൊക്കെ പറയുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ റിക്വസ്റ്റ് URL. അപ്പോൾ അതിൽ ഒരു URLന് ഇമ്പോർട്ടൻ്റ്ലി എന്തൊക്കെ പാർട്സ് ഉണ്ട്, അത് എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, ഒരു റിക്വസ്റ്റിന് ആക്ച്വലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഉള്ള പാർട്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടോക്കോളാണ്. ഓക്കെ, അല്ലെങ്കിൽ സ്കീമ എന്ന് പറയും. ആ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും HTTPS അല്ലെങ്കിൽ HTTP ഒക്കെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ലൈവ് പ്രൊഡക്ഷൻ സെർവറിന് എപ്പോഴും HTTPS ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അത് ബേസിക്കലി വേറെ ഒന്നിനൊന്നുമല്ല, നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മുടെ ഇൻ്റർനെറ്റ് പ്രൊവൈഡർ വഴിയും വേറെ പല നെറ്റ്വർക്ക് ത്രൂ കയറിയിട്ടാണ് ആക്ച്വൽ സെർവറിലേക്ക് ഈ ഡാറ്റ അല്ലെങ്കിൽ റിക്വസ്റ്റ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇപ്പോൾ സെർച്ച് ചെയ്യുന്ന കീവേഡ് അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഫോം അതൊക്കെ സേഫായിട്ട് ആ സെർവറിൽ എത്താനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ശരിക്കും പറഞ്ഞാൽ HTTPS. അതായത് ഈ ഒരു ഡാറ്റ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ ഒന്നും വേറെ തേർഡ് പാർട്ടിക്ക് ലീക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അതിൻ്റെ ഒരുപാട് അഡ്വാൻസ്ഡ് കാര്യങ്ങളിലേക്ക് നമ്മൾ നടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സെക്യൂർ ആണെങ്കിൽ നമ്മുടെ ഡാറ്റ ബേസിക്കലി സെക്യൂർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഡൊമൈനാണ്. ഓക്കെ, ഈ ഡൊമൈൻ ഇവിടെ www.google.com എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് നിങ്ങൾ ലോക്കലിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെന്താണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞാണ് ഇവിടെ കണ്ടത്. ഓക്കെ, അപ്പോൾ ആ ലോക്കൽ ഹോസ്റ്റ് അത് കഴിഞ്ഞൊരു പോർട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, അതിന് ഈക്വലൻ്റ് ആണ് ആക്ച്വലി
ഈ google.com ഒരു റിയൽ പ്രൊഡക്ഷൻ സൈറ്റിൽ. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി ഇൻറ്റേർണലി ഒരു IP ആയിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് IP ഒരു ഡൊമൈനിലേക്ക് മാപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹ്യൂമൻസിന് എപ്പോഴും നെയിംസാണ് ഓർത്തിരിക്കാനായിട്ട് എളുപ്പം. ഓക്കെ, അപ്പോൾ IP വെച്ചിട്ടും ആക്ച്വലി നമുക്ക് വെബ്സൈറ്റൊക്കെ ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിലെ കോൺടാക്ട് ബുക്ക് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഓക്കെ, നമ്മൾ നെയിമായിട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻസിന് എപ്പോഴും റിമെമ്പർ ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് നെയിംസാണ്. ഓക്കെ, ആ ഒരു സെയിം കൺസെപ്റ്റിലാണ് ആക്ച്വലി ഡൊമൈനും നമ്മൾ ഡൊമൈൻ നെയിം യൂസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ പ്രോട്ടോക്കോൾ വന്നു, അത് കഴിഞ്ഞ് :/ വന്നു, അത് കഴിഞ്ഞ് നമ്മുടെ ഡൊമൈൻ വന്നു, അത് കഴിഞ്ഞുള്ള പാത്ത് എന്ന് പറയുന്നത് ആക്ച്വൽ പാത്താണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒരു ഇൻഡെക്സ് പാത്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു // മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ സെർച്ച് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സെർച്ച് എന്ന് പറയുന്ന പാത്തായിരിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വേറൊരു വെബ്സൈറ്റിൽ സ്റ്റുഡൻസിൻ്റെ പേജ് എടുക്കുകയാണെങ്കിൽ എന്താണ് ആ website.com/students എന്ന് പറയുന്ന പേജിൽ അല്ലെങ്കിൽ എബൌട്ട് എന്ന് പറയുന്ന പേജിൻ്റെയൊക്കെ പാത്ത് എന്ന് പറയുന്നത് /about. അങ്ങനെ ഓരോ ഡിസ്റ്റിങ്റ്റീവ് പാത്തിനും സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആക്ച്വലി പാത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്ത് നമുക്ക് നെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു എക്സാമ്പിൾ അത് കാണിച്ചിട്ടില്ല, പക്ഷേ നെസ്റ്റിംഗ് പോസിബിളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ user/user/1 അല്ലെങ്കിൽ /user/2 എന്നൊക്കെ പറയുന്നത് നമുക്ക് പോസിബിളാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഓരോ യൂസറിനും ഇൻഡിവിജ്വൽ ഒരു പേജ് കാണിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ നെസ്റ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ യൂസറിൻ്റെ ID എന്നൊക്കെ പറയുന്നത് ഡൈനാമിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബേസിക്കലി പാത്ത് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിലുള്ള പല പല പേജ് അല്ലെങ്കിൽ പല പല ലൊക്കേഷൻസിലേക്ക് മാപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ പാത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനലി വരുന്ന പാർട്ട് എന്ന് പറയുന്നത് ക്വറി പാരാമീറ്ററാണ്. അപ്പോൾ ഈ ക്വറി പാരാമീറ്റർ ആക്ച്വലി എപ്പോഴും ഓപ്ഷണലാണ്. ക്വറി പാരാമീറ്റർ സാധാരണയായിട്ട് വരുന്നത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സൈറ്റിലിപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ കയറി നിങ്ങളൊരു മൊബൈൽ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഫിൽറ്റർ അപ്ലൈ ചെയ്യും. അതായത് ഒരു ഇന്ന ബ്രാൻഡിൻ്റെ മൊബൈൽ പ്രൈസ് ബിറ്റ്വീൻ 2000 and 10,000 എന്നൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ക്വറി പാരാമീറ്റർ ആയിട്ടാണ് ആ ഒരു ഡാറ്റ സെർവറിലേക്ക് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ക്വറി പാരാമീറ്റർ ഈ പാത്ത് കഴിഞ്ഞ് ക്വറി പാരാമീറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ടാകും. ഓക്കെ, അത് കഴിഞ്ഞ് ഓരോ കീവേഡ് ആൻഡ് വാല്യൂ, ഇവിടെ Q = സസ്റ്റൈനബിൾ എന്നൊക്കെയാണ് കാണുന്നത്. പക്ഷേ ആ ഒരു കീവേഡും അതിൻ്റെ വാല്യൂ ആയിട്ടായിരിക്കും ഒരു കാര്യം സെർവറിലേക്ക് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ആക്ച്വലി ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ക്വറി പാരാമീറ്റേഴ്സ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ആദ്യം Q = എന്ന് പറയുന്ന ഒരു വാല്യൂ പോയിട്ടുണ്ട്, രണ്ടാമത് FI = ഒരു ഇയറും പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് നമുക്ക് സെർവറിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു ആമസോണിലൊക്കെ എടുക്കുന്ന എക്സാമ്പിൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചിലപ്പോൾ മൾട്ടിപ്പിൾ ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് ചിലപ്പോൾ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ഇന്ന ബ്രാൻഡിൻ്റെ ഇന്ന ഇത്ര റാമുള്ള 4GB-ക്കും 6GB-ക്കും ഇടയിൽ റാമുള്ള ഇന്ന പ്രൈസിലുള്ള മൊബൈൽ എന്ന രീതിക്കൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഫിൽറ്റേഴ്സ് അവിടെ അപ്ലൈ ആവും. ഈ ഫിൽറ്റേഴ്സൊക്കെ ആക്ച്വലി ക്വറി പാരാമീറ്റേഴ്സ് ആയിട്ടാണ് സെർവറിലേക്ക് പോകുന്നത്. അപ്പോൾ സെർവർ ഇതൊക്കെ ക്യാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള എക്സാക്റ്റ് ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് റെസ്പോൺസ് ആയിട്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന കോഡിങ് നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കാര്യം ഇവിടെ ആൻസർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കോഡ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഞാനിത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും പലരും കോഡിംഗ് ഒക്കെ അറിയെങ്കിലും ആക്ച്വലി ഇവിടെ ഇതുപോലെ എന്താണ് കൺസെപ്റ്റ് വൈസ് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെയാണ് പലരും കോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ കോഡിങ് ആകുമ്പോഴായിരിക്കും ഇതൊക്കെ ആക്ച്വൽ നമ്മൾ ചെയ്തു തുടങ്ങുന്നത്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. റിക്വസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് റിക്വസ്റ്റിൻ്റെ ടൈപ്പ് എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. ഇവിടെ API എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്, എങ്കിലും നിങ്ങൾ API ഒന്നും നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങിയാത്തതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. റിക്വസ്റ്റിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ആക്ഷനാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബേസിക്കലി നമ്മൾ ക്രെഡർ ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ക്രിയേറ്റ് ചെയ്യാനും ഡാറ്റ റിട്രീവ് ചെയ്യാനും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഓരോ ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡിഫോൾട്ട്
റിക്വസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഗെറ്റാണ്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ സെർച്ചും ഫിൽറ്ററിങ്ങിനൊക്കെ ഗെറ്റാണ്. അതായത് സെർവറിൽ നിന്ന് ഡാറ്റ ക്ലയൻറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ബ്രൗസറിലേക്ക് റീഡ് ചെയ്യാനായിട്ട് നമ്മൾ ഗെറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോസ്റ്റ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഒരു ഫോമൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പോസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി ഇവിടെ കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങൾ, ഇപ്പോൾ പാച്ചൊക്കെ നമ്മൾ ഫോമിൽ അപ്ഡേഷൻ ചെയ്യുന്ന സമയത്താണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ബാക്കിയുള്ള ഡിലീറ്റ് ഹെഡ് എന്നൊക്കെ പറയുന്നത് ശരിക്കും നിങ്ങൾ API പഠിച്ചു തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ കുറച്ചും കൂടി ഡെപ്തിൽ അത് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിക്വസ്റ്റ് ടൈപ്സ് ഉണ്ടെന്ന് ആസ് എ ബിഗിനർ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ റിക്വസ്റ്റിൻ്റെയും റെസ്പോൺസിൻ്റെയും ഒരു ഫുൾ സ്ട്രക്ചറാണ്. റിക്വസ്റ്റിൽ എന്തൊക്കെയുണ്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന റിക്വസ്റ്റ് URL ആണ്. ഓക്കെ, ഇപ്പോൾ റിക്വസ്റ്റിന് URL മാത്രമല്ല ബാക്കിയുള്ള പാർട്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ റെസ്പോൺസിനും വേറെ എന്തൊക്കെ വരാമെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, ഒരു റിക്വസ്റ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു URL ഉണ്ട്. ഓക്കെ, URL കൂടാതെ റിക്വസ്റ്റിനുള്ള മെയിൻ 2 പാർട്സ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഹെഡറും റിക്വസ്റ്റ് ബോഡിയുമാണ്. ഓക്കെ, ഈ റിക്വസ്റ്റ് ഹെഡർ എന്ന് പറയുന്നത് പലപ്പോഴും ബ്രൗസർ ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്യുന്നതും ചില സമയത്ത് നമ്മൾ കോഡ് ത്രൂ ആഡ് ചെയ്യുന്ന ഹെഡേഴ്സും അതിൽ ഉണ്ടാവും. അപ്പോൾ അത് ആക്ച്വലി നിങ്ങൾക്ക് മെറ്റാഡാറ്റ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് പേജ്, ഇവിടെ ആക്സെപ്റ്റ് ആപ്ലിക്കേഷൻ JSON എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റിക്വസ്റ്റ് ഹെഡറിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിക്വസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് എന്ന് പറയുന്നത് JSON റെസ്പോൺസ് വേണമെന്നാണ്. ഓക്കെ, ഈ ഒരു ആക്സെപ്റ്റ് പാരാമീറ്റർ സെർവർ റീഡ് ചെയ്തിട്ട് റെസ്പോൺസ് കൊടുക്കുമ്പോൾ HTML പകരം JSON ആയിട്ടായിരിക്കും റെസ്പോൺസ് കൊടുക്കുന്നത്. അപ്പോൾ അതിലൂടാതെ ഇവിടെ യൂസർ ഏജൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ യൂസർ കണക്ട് ചെയ്തിരിക്കുന്ന ബ്രൗസർ എന്ന് പറയുന്നത് Chrome ആണ്. ഓക്കെ, ഇപ്പോൾ ഈ യൂസർ ഏജൻറ്റ് ഹെഡർ എന്നൊക്കെ പറയുന്നത് ബ്രൗസർ ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്യുന്നതാണ്, ഏത് ബ്രൗസറിൽ നിന്നാണ് ഈ റിക്വസ്റ്റ് വന്നേക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഈ റിക്വസ്റ്റ് ഹെഡറിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റ, അതിനാണ് നമ്മൾ മെറ്റാഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് ഹെഡർ പാസ് ചെയ്യുന്നു. അതുകൂടാതെ റിക്വസ്റ്റ് ബോഡി എപ്പോഴും ഉണ്ടാവണമെന്നില്ല. റിക്വസ്റ്റ് ബോഡി ഈ ഒരു എക്സാമ്പിൾ ആക്ച്വലി JSON ബേസ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. പക്ഷേ റിക്വസ്റ്റ് ബോഡിയിൽ നോർമലി വരുന്നതെന്ന് പറയുന്നത് നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഫോം ഡാറ്റയാണ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 കീവേഡ്, അത് ഫെസിലിറ്റി എന്നും FI എന്നൊക്കെ പറഞ്ഞാൽ ഇയർ എന്നൊക്കെ കൊടുക്കുന്ന 2 പാരാമീറ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫോമിലെ 2 പാരാമീറ്റേഴ്സാണ് ഇവിടെ റിക്വസ്റ്റ് ബോഡി ആയിട്ട് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ സെർവർ പ്രോസസ്സ് ചെയ്ത് സക്സസ് ആണെങ്കിൽ ഓക്കെ ഫസ്റ്റ് സെൻഡ് ചെയ്യുന്നത് ഒരു സ്റ്റാറ്റസ് കോഡാണ്. ഓക്കെ, ഇവിടെ എല്ലാം ഓക്കെ ആയതുകൊണ്ടാണ് 200 എന്ന് പറയുന്നത്. റിക്വസ്റ്റ് സക്സസ്ഫുള്ളി റെസ്പോൺസ് വരുമ്പോൾ സെർവർ സെൻഡ് ചെയ്യുന്ന സ്റ്റാറ്റസ് കോഡാണ് 200 എന്ന് പറയുന്നത്. ഓക്കെ, റെസ്പോൺസിനും ഒരു ഹെഡർ ഉണ്ടാവും. അതുപോലെ തന്നെ റെസ്പോൺസ് ബോഡിയിലായിരിക്കും ആക്ച്വൽ റെസ്പോൺസിൽ വരുന്ന ഡാറ്റ. ഓക്കെ, ഇതാണ് ആക്ച്വലി ഒരു റിക്വസ്റ്റ് റെസ്പോൺസ് വരുമ്പോൾ ഫുള്ളി വരുന്ന ഒരു ഡാറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതിൻ്റെ ഓരോ പാർട്ടും എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പല വീഡിയോയിലായിട്ടായിരിക്കും പഠിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് URL ഇല്ലാതെ നമുക്കൊരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ URL നിന്നായിരിക്കും നമ്മൾ റിക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി ബോഡിയൊക്കെ നമ്മൾ ഫോം ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. ഓക്കെ, ഇതിലിനി ഒരു കാര്യം കൂടിയുണ്ട്, റെസ്പോൺസിൻ്റെ HTTP സ്റ്റാറ്റസ് കോഡ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള പല സീനിയർ ഡെവലപ്പേഴ്സിന് പോലും ഈ കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് അറിയില്ല. ഓക്കെ, പക്ഷെ ഇതൊക്കെ വെരി ബേസിക് അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പലരും ഇത് കണ്ടിട്ടുണ്ടാവും, പക്ഷേ എക്സാക്ട്ലി എവിടെ എന്ത് യൂസ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. ഓക്കെ, ഇപ്പോൾ റെസ്പോൺസ് HTTP സ്റ്റാറ്റസ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി സെർവർ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്ത് റെസ്പോൺസ് സെൻഡ് ചെയ്യുന്ന സമയത്ത് സെൻഡ് ചെയ്യുന്ന സ്റ്റാറ്റസ് കോഡ് നമ്പറിനാണ് നമ്മൾ റെസ്പോൺസ് സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റാറ്റസ് കോഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു HTTP വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള സ്റ്റാറ്റസ് കോഡ് നമ്പേഴ്സാണ്. ഓക്കെ, ഇതിൽ 200 എന്ന് പറയുന്നത് സക്സസ് ആണ്. ഓക്കെ, 201 നോർമലി വരുന്നത് നമ്മളൊരു ഫോമൊക്കെ സബ്മിറ്റ് ചെയ്ത് ക്രിയേറ്റ് ആയി എന്ന് കാണിക്കാനായിട്ടാണ് 201 നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു റെക്കോർഡ് ആഡ് ചെയ്തു, ഒരു യൂസറിനെ ആഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്തു, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെയുള്ള 2 ടൈപ്പ് ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡ് എറേഴ്സും പിന്നെയുള്ളത് സെർവർ സൈഡ് എറേഴ്സുമാണ്. ഓക്കെ, ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ ക്ലയൻറ്റ് സൈഡ് എറേഴ്സിൻ്റെ സ്റ്റാറ്റസ് കോഡ് നമ്പേഴ്സ് വരുന്നത് ആക്ച്വലി 400 സീരീസിലായിരിക്കും. ഓക്കെ, 400, 401, 403, 404. ഇപ്പോൾ ഇതിൽ 404 ഒക്കെ നിങ്ങൾ പലപ്പോഴും സൈറ്റ് എടുത്തപ്പോൾ കണ്ടിട്ടുണ്ടാവും.
നിങ്ങൾ ഇല്ലാത്തൊരു URL അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും സെർവർ റിട്ടേൺ ചെയ്യുന്നത് 404 നോട്ട് ഫൗണ്ട് ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ അൺഓതറൈസ്ഡ് നിങ്ങൾ ലോഗിൻ ചെയ്യാതൊക്കെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 401 അല്ലെങ്കിൽ ചിലപ്പോൾ പെർമിഷൻ ഇല്ലാത്ത URL എടുക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് 403 ഒക്കെ ആയിരിക്കും അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ് സൈഡ് എറർ അല്ലെങ്കിൽ ബ്രൗസർ അല്ലെങ്കിൽ യൂസർ ചെയ്തൊരു മിസ്റ്റേക്ക് കൊണ്ട് അല്ലെങ്കിൽ അയാൾ ട്രൈ ചെയ്ത കാര്യത്തിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ എറർ വന്നു എന്നാണ് എൻ്റെ അർത്ഥം. ക്ലയൻറ്റ് സൈഡ് എറർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് യൂസർ സൈഡിൽ നിന്നുള്ള എറർ, സെർവറിൻ്റെ ഇഷ്യൂ അല്ല ആക്ച്വലി. കാരണം നിങ്ങൾ പെർമിഷൻ ഇല്ലാത്തൊരു പേജ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ മിസ്റ്റേക്കാണ്. സെർവറിൽ പ്രത്യേകിച്ച് ക്രാഷ് ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. ക്ലയൻറ്റ് സൈഡിൽ സെൻഡ് ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പക്ഷേ ഈ 500 സീരീസിൽ വരുന്ന എറർ എന്ന് പറയുന്നത് സെർവർ സൈഡിൽ വരുന്ന ക്രാഷാണ്. ഓക്കെ, നമ്മളൊരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഡാറ്റാബേസ് ക്രാഷായി, അല്ലെങ്കിൽ ഇപ്പോൾ ചില സമയത്ത് ഡാറ്റാബേസ് സർവീസേ ഡൗൺ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഒരിക്കലും ഒരു എക്സെപ്ഷൻ അടിച്ചു, അല്ലെങ്കിൽ ഓക്കെ ഒരു കോഡ് എക്സെപ്ഷൻ അടിച്ചപ്പോൾ ഡാറ്റാബേസ് ഇൻസേർട്ട് ഫെയിലായി. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ആക്ച്വലി ക്ലയൻറ്റിന് അവിടെ പ്രശ്നമില്ല, മീൻസ് ക്ലയൻറ്റിൻ്റെ ഒരു മിസ്റ്റേക്ക് അല്ല അത്. ഓക്കെ, അപ്പോൾ അത് സെർവർ സൈഡിൽ വന്ന നമ്മുടെ കോഡിൽ ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ സെർവർ റണ്ണിങ്ങുന്ന സമയത്ത് ടെക്നിക്കലി എന്തെങ്കിലും ഇഷ്യൂ വന്നു, ഡാറ്റാബേസ് സെർവർ സ്റ്റോപ്പായി പോയി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നു, പെർമിഷൻ ഇഷ്യൂസ് വരുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ സെർവർ സൈഡിൽ വരുന്ന എറേഴ്സ് കൊണ്ട് ക്രാഷ് ആവുന്നതിനാണ് നമ്മൾ 500 സീരീസ്. ഇപ്പോൾ 500 എറർ മാത്രമല്ല 501 അല്ലെങ്കിൽ അങ്ങനെ പല സീരീസിലുള്ള എറേഴ്സ് ഉണ്ട്. ഇതിൽ നമ്മൾ 300 സീരീസ് എററൊന്നും കാണിച്ചിട്ടില്ല. ആക്ച്വലി എറേഴ്സ് ഈ ഒരു 3-4 നമ്പേഴ്സ് മാത്രമല്ല, ഒരുപാടുണ്ട്. നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റാറ്റസ് കോഡ്സ് ആണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു കാര്യങ്ങളെ ആക്ച്വലി കോഡിലേക്ക് നമ്മൾ ശരിക്കും കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഫണ്ടമെൻ്റലി യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ 200 എവിടെ സെൻഡ് ചെയ്യണം, 200 സെൻഡ് ചെയ്യേണ്ട സമയത്ത് അവിടെ 201 സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ച്വലി കോഡ് വർക്ക് ചെയ്യായിരിക്കും, പക്ഷേ അത് ലോജിക്കലി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റൂൾ പ്രകാരം അത് മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇതിലും അല്ലെങ്കിൽ നമ്മുടെ സീരീസിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ MVC കൺസെപ്റ്റ് ആയിരിക്കും നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഈ MVC കൺസെപ്റ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ ഫസ്റ്റ് ആക്ച്വൽ കോഡിങ്ങിലേക്ക് കിടക്കുന്നത്. കാരണം ഈ MVCയും നമ്മുടെ റിക്വസ്റ്റ് റെസ്പോൺസ് ലൈഫ് സൈക്കിളും അറിയാതെ ആക്ച്വലി നമുക്ക് ഫ്രെയിം വർക്കിൻ്റെ ഏറ്റവും ബേസിക് കൺസെപ്റ്റ് മനസ്സിലാവില്ല. ഓക്കെ, നമ്മൾ ഒരുപാട് ഫ്രെയിം വർക്കിൻ്റെ അഡ്വാൻസ്ഡ് കാര്യങ്ങളൊന്നും ഇതിലിപ്പോൾ പറഞ്ഞിട്ടില്ല. ആക്ച്വലി ഏറ്റവും മിനിമൽ അല്ലെങ്കിൽ ഒരു ബിഗിനറിന് ഏറ്റവും മിനിമലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് MVC കൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കാം.